യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ വരുമാനം കുറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം വൻ പ്രതിസന്ധിയിൽ. ലോൺ തിരിച്ചടവ് മുടങ്ങിയ ബസ് ഉടമകൾ മറ്റു വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുന്നു. വടുവഞ്ചാൽ കൽപ്പറ്റ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽ മുബാറക്ക് എന്ന സ്വകാര്യ ബസിന്റെ ഉടമ മേപ്പാടി സ്വദേശി ബീരാൻകുട്ടി ഹാജിയാണ് ഇത്. വൈകുന്നേരങ്ങളിൽ ബസ്സിൽ കയറി അന്നത്തെ കളക്ഷൻ വാങ്ങുന്ന പതിവ് ഇപ്പോഴില്ല. ഡീസൽ ചിലവും ജീവനക്കാരുടെ ശമ്പളവും കഴിച്ചാൽ ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. വായ്പ തിരിച്ചടവിനായി തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് തണ്ണിമത്തൻ, വാഴക്കുല എന്നിവ കൊണ്ടുവന്ന് ചില്ലറ വ്യാപാരികൾക്ക് വിൽപ്പന നടത്തി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. സ്വന്തമായുള്ള ടാറ്റ നാനോ കാർ ഇതിനായി ഉപയോഗിക്കുന്നു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. ഞങ്ങൾ സെക്രട്ടറിക്ക് സാധനം ഏറ്റെടുക്കാൻ ആരുമില്ല. എണ്ണം ഒന്നാണെങ്കിൽ എന്ത് ചെയ്യാം? കുറേ എണ്ണം കൂടുതലുണ്ടല്ലോ. ഞങ്ങൾ സെക്രട്ടറിന് കാര്യം എടുക്കാൻ മാത്രം എടുക്കില്ല. അത്ര വലിയ കഷ്ടപ്പാടാണ്. ഒരു നിലക്കും പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. പിന്നെ സർക്കാർ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഞങ്ങൾക്ക് ഒരു ടാക്സ് അനുവദിച്ച് തന്നിട്ടുണ്ട്, ഒരു ക്വാർട്ടർ ടാക്സ്. അത് വലിയ അനുഗ്രഹമാണ്. ഒന്നേം കിട്ടിയല്ലോ. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ പീഡനങ്ങൾ അതിനടുത്ത് വേറെ. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുവന്ന് അറിയാതെ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഉള്ളത്. കർണാടകയിൽ നിന്ന് കാലിത്തീറ്റയും തീറ്റപ്പുല്ലും കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എന്നും ഹാജി പറയുന്നു. 6 ബസ്സുകളുടെ ഉടമയാണ് അദ്ദേഹം. വായ്പകൾ തിരിച്ചടയ്ക്കാൻ വിഷമിക്കുകയാണ് അദ്ദേഹവും. ഒട്ടുമിക്ക ബസ് ഉടമകളുടെയും അവസ്ഥ ഇതാണെന്നും ഹാജി പറയുന്നു. ലോക്ക്ഡൗണും പ്രതിസന്ധിയും ആരംഭിച്ച 1 വർഷം പിന്നിടുമ്പോൾ 3 മാസത്തെ റോഡ് ടാക്സ് ഇളവ് മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. സർക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആരോടും പരാതി പറയാനും സാധിക്കുന്നില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.